നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം. 1 മാസത്തിനകം ഹാജരാക്കാൻ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സലി മുഹമ്മദ് ചേരുകയാണ്. സലി, ഇപ്പോൾ നിലവിൽ അതിജീവിത നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണോ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? പക്ഷേ വളരെ നിർണായകം തന്നെയാണ് ഈ ഇടപെടൽ തന്നെ പറയേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച മറ്റ് കാര്യങ്ങൾ? സിജു, അതായത് അതിജീവിത ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അത് പല കാരണങ്ങളാൽ 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു കേസ് കേൾക്കുന്നതിൽ നിന്ന്. ഇന്ന് വീണ്ടും മൂന്നാമതൊരു ജഡ്ജി ആ കേസ് കേട്ടു, ജസ്റ്റിസ് CS ഡയസ്. അതിനുശേഷം അദ്ദേഹം 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഈ വിവാദമായ മെമ്മറി കാർഡും പെൻഡ്രൈവും, അതായത് വിചാരണ കോടതിയുടെ കൈവശം ഇരിക്കുന്ന 2 വസ്തുക്കളും ഉടൻ തന്നെ ഹൈക്കോടതിയിൽ രജിസ്ട്രാർക്ക് സറണ്ടർ ചെയ്യണം. അത് സെഷൻസ് കോടതിയുടെ കൈവശമാണ് ഇരിക്കുന്നത്. മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. മറ്റൊന്ന്, ഈ അതിജീവിത നൽകിയിരിക്കുന്ന ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അതിജീവിതയുടെ പ്രയർ ആവശ്യം പ്രഥമ ദൃഷ്ടിയെ നിലനിൽക്കുന്നതാണെന്നൊരു പരാമർശവും ജസ്റ്റിസ് CS ഡയസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതിനർത്ഥം സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഈ നടിയെ വാഹനത്തിൽ പൾസർ സുനി അടക്കമുള്ള പ്രതികൾ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി അധിക്ഷേപിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി ഒരു മെമ്മറി കാർഡിൽ സൂക്ഷിച്ചു. ഇതായിരുന്നു കേസ്. ആ മെമ്മറി കാർഡ് തെളിവാണ്. ആ തെളിവ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ആ തെളിവ് പക്ഷേ പലതരത്തിൽ ടാമ്പർ ചെയ്യപ്പെട്ടു എന്നൊരു പരാതിയാണ് അതിജീവിതയ്ക്കുള്ളത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അനധികൃതമായി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പകർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്രിമം അതിൽ നടന്നിട്ടുണ്ട് എന്നതാണ് അതിജീവിതയുടെ പരാതി. ആ പരാതി അങ്ങനെ അവർ ഉന്നയിക്കാനൊരു കാരണം അത് ചോർന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന ദൃശ്യങ്ങൾ അതിലുണ്ട്. ബലമായി ഈ പ്രതികൾ തന്നിൽ നിന്ന് പകർത്തിയെടുത്ത ആ ദൃശ്യങ്ങൾ തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് പുറത്തു പോയിട്ടുണ്ട്, ചോർന്നിട്ടുണ്ടെന്ന് താൻ സംശയിക്കുന്നു. അതിനെക്കുറിച്ച് താൻ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പക്ഷേ ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. സെഷൻസ് ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് ഒരു അന്വേഷണം നടത്തി ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിന്മേലൊരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി താൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി അയച്ചിരുന്നു. അതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇത് ചോർന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നൊരു ആശങ്കയും ഭയവും തനിക്കുണ്ട്. തനിക്ക് ഇക്കാര്യത്തിൽ നീതി ലഭ്യമാക്കണം, ഇതിൽ വിശദമായ അന്വേഷണം വേണം, അതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം. ഇതായിരുന്നു ആവശ്യം. അതിൽ പോസിറ്റീവായി ഇപ്പോൾ കോടതി പ്രതികരിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം എന്ന ആവശ്യത്തോട് എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് പ്രോസിക്യൂഷനോട്, അതായത് സർക്കാരിനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ ആ വിവരം സർക്കാർ കോടതിയെ അറിയിക്കണം. അതിനുശേഷം കോടതി വേണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനു വേണ്ടി നിയോഗിച്ച് അന്വേഷണത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു ഇടപെടൽ ഇതിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി അതിൽ ഒരു ഇടപെടലോ ടാമ്പറിങ്ങോ ഉണ്ടാവാത്ത തരത്തിൽ ആ തൊണ്ടി മുതലുകൾ, അത് മെമ്മറി കാർഡും ഉണ്ട്, ഒരു പെൻഡ്രൈവും ഉണ്ട്, അത് രണ്ടും മുദ്രവെച്ച കവറിൽ 1 മാസത്തിനകം ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറാനാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം. ബാക്കി ഇനി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബാക്കി പ്രയറിലെ മറ്റാവശ്യങ്ങൾ, അതായത് SIT ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിശോധിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാലി, ഈ കേസിൽ നമുക്കറിയാം, നടിയാക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ അടക്കം കുറ്റവിമുക്തനാക്കിയ വിധി വരികയും ചെയ്തു. അതിന് പിന്നാലെ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ അതുമായി ബന്ധപ്പെട്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമ്പോൾ നിലവിലുള്ള ഈ കേസ് ഇനി ഒരുപക്ഷെ SIT അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ അത് ആ അപ്പീൽ പോകുമ്പോൾ അതിനെ സ്വാധീനിക്കാനും അതിന് ഗുണകരമാവുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ കൂടി നടത്താനാകുമോ ഈ സാഹചര്യത്തിൽ? അതായത് അപ്പീൽ സർക്കാർ കൊടുത്ത അപ്പീലുണ്ട്, അതിജീവിത കൊടുത്ത അപ്പീലുണ്ട്. അത് ഇന്നലെ കോടതിയിൽ വന്നിരുന്നു, ഹൈക്കോടതിയിൽ. ആ ഡിവിഷൻ ബെഞ്ചിലാണ്. ഡിവിഷൻ ബെഞ്ച് അത് പിന്നീട് പരിഗണിക്കുന്നതിനായി മറ്റ് കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയക്കുക എന്ന പ്രാഥമിക അതിൽ കടന്നിട്ടുണ്ട്. ഇനി അതിൽ വിചാരണ നടക്കും, അതിൽ കോടതിയിൽ വാദം നടക്കും. രണ്ടാമത്തത് ഇപ്പോഴത്തെ കേസ്. ഇത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റായ 2 കേസാണ്. ആദ്യത്തെ കേസിൻ്റെ പ്രധാന തൊണ്ടി മുതലാണ് രണ്ടാമത്തെ കേസിൻ്റെ മർമ്മം എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ, നടിയെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിരുന്നു. മെമ്മറി കാർഡ് തൊണ്ടി മുതലായി വന്നു, അത് കോടതിയിലെത്തി.
കോടതി അതിലൊരു മുൻകരുതൽ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നു. അതായത് ഈ മെമ്മറി കാർഡ് ഒരു കാരണവശാലും പ്രധാന തെളിവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടാമ്പറിങ്ങും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി ഒരു പെൻഡ്രൈവിൽ എടുത്ത് കോടതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പെൻഡ്രൈവാണ് വിചാരണ ഘട്ടത്തിൽ ഉടനീളം ഉപയോഗിച്ചത് വിചാരണയ്ക്കായി. അപ്പോൾ ഈ മാസ്റ്ററായ മെമ്മറി കാർഡ് കോടതിയിൽ സേഫായിരുന്നു. പക്ഷെ എങ്കിലും ആ മെമ്മറി കാർഡിൽ നിന്നും ചില ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നതാണ് അതിജീവിതം ഇപ്പോൾ സംശയിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് 3 തവണ ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ്. അത് 3 അസമയത്താണ്. അസമയത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോടതി പ്രവൃത്തി സമയത്തല്ലാത്ത 2 സമയത്തും പിന്നീട് ഒരു ഉച്ചയ്ക്കുമാണ്. അതായത് 2018 ജനുവരി 9 രാത്രി 9:58 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയാണ് ആദ്യം ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നത്. 2018 ഡിസംബർ 13 രാത്രി 10:58 ആ രണ്ടാമത് മാറുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ. 2021 ജൂലൈ 19 ഉച്ചയ്ക്ക് 12:15 വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഈ കാർഡ് വീണ്ടും ആക്സസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ സെഷൻസ് ജഡ്ജ് നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ആരാണിത് പരിശോധിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. അങ്കമാലി മുൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ലീന, എറണാകുളം ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ് മോഹൻ, വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീൻ, ഈ 3 പേരാണ് ഈ സമയങ്ങളിൽ ഇത് പരിശോധിച്ചതെന്നും വ്യക്തമായി. പക്ഷേ ഇവർ ഇത് എന്തിനു പരിശോധിച്ചു, ഈ പരിശോധിച്ചതിന് ശേഷം ഇതിൽ കോപ്പി എടുത്തിട്ടുണ്ടോ തുടങ്ങിയ ഒട്ടേറെ മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ കോടതി മുറിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു തുടർ നടപടിയിലേക്ക് കടക്കുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതി മറികടക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ അതിജീവിതം സമീപിച്ചത്. പക്ഷേ എങ്കിലും യാതൊരു പോസിറ്റീവായ ഒരു തുടർ നടപടി ഉണ്ടായില്ല. ആ സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ പുതിയൊരു ഹർജിയുമായി എത്തിയതും ആ പുതിയ ഹർജിയെ പോസിറ്റീവായി തന്നെ കേരള ഹൈക്കോടതി കണ്ടതും. 2 പേർ ഇതിനു മുമ്പ് 2 ജഡ്ജിമാർ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു കേസ് കേൾക്കുന്നതിൽ നിന്ന്. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും. അവർ രണ്ടുപേരും ഈ കേസിൽ മുൻപ് പല ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവരാണ് എന്നതിനാൽ തങ്ങൾ ഈ കേസ് കേൾക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നൊരു നിലപാടെടുത്താണ് ആ 2 ജസ്റ്റിസുമാരും പിന്മാറി. ഇന്നലെ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശപ്രകാരം ഇന്ന് ഇതിനകത്ത് ഒരു സംശയം ഉയരുന്നത് ഏതായാലും ഇപ്പോൾ ബെഞ്ച് ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെട്ടത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ചും വിചാരണ കോടതിയിൽ വെച്ചും ടാമ്പർ ചെയ്യപ്പെട്ടു എന്നാണ് നേരത്തെ വിവരങ്ങൾ വരികയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും എന്തിന് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തി എന്നുള്ള ചോദ്യമാണ് ഉയരുകയും ചെയ്തത്. ഇനി ഒരു പക്ഷേ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അതും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളതിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ ജീവനക്കാരടക്കം പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം പോവുകയാണെങ്കിൽ എന്തിനാണ് അവർ ടാമ്പർ ചെയ്തെന്നുള്ള ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായും അതുതന്നെയാണ് അതിജീവിതയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനവും. അത് അതിജീവിതയുടെ ആശങ്കയ്ക്ക് 2 അടിസ്ഥാനമുണ്ട്. ഒന്നാമത്തത് സുജു സൂചിപ്പിച്ചത് തന്നെ ഇത് നിർണായകമായ തെളിവാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ തെളിവ് നശിപ്പിക്കുന്ന പരിധിയിൽ ഈ കുറ്റകൃത്യം ആയി വരുമെങ്കിൽ ഈ പറഞ്ഞ 3 ആളുകൾക്കെതിരെ അങ്കമാലി മുൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ലീന, എറണാകുളം ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ് മോഹൻ, വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീൻ, ഇവർക്ക് 3 പേർക്കുമെതിരെ ക്രിമിനൽ ഒഫൻസിന് കേസെടുക്കേണ്ടി വരും. അതൊന്ന്. അതിനേക്കാൾ പ്രധാനപ്പെട്ട അതിജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഇഷ്യൂ ആ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന് അവരുടെ ആശങ്കയാണ്. കാരണം അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത് എന്ന് നമുക്ക് ഇക്കാലത്തെ വിചാരണയിൽ നിന്നും കോടതി നടപടിയിൽ നിന്നും വാർത്തകളിൽ നിന്നൊക്കെ നമുക്കറിയാം എന്താണ് ആ വാഹനത്തിൽ നടന്നത് എന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്നൊരു ആശങ്ക അവർക്കുണ്ട്. നിയമവശത്തേക്കാൾ അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഭാവിയിൽ പുറത്തു വരികയോ അത് പ്രചരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു അന്വേഷണം വേണം. അങ്ങനെയാണെങ്കിൽ അത് പ്രചരിക്കുന്നത് തടയാൻ ഇപ്പോഴൊരു കോടതി ഇടപെടലും ഒരു SIT അന്വേഷണവും കൊണ്ട് സാധിക്കും. കാരണം SIT അന്വേഷിച്ചാൽ ഇത് ആർക്കാണ് കൈമാറിയത് എന്ന് ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്ക് പറയേണ്ടി വരും. അവർ വിവരങ്ങൾ കൈമാറേണ്ടി വരും. എങ്ങോട്ടൊക്കെ ദൃശ്യങ്ങൾ പോയി, അല്ലെങ്കിൽ എന്താവശ്യത്തിന് ഇതിൽ പരിശോധന നടത്തി ടാമ്പർ ചെയ്യപ്പെട്ടു, അതോ കോപ്പി എടുക്കുകയാണോ ചെയ്തത്, അതോ മറ്റാരെങ്കിലും അയച്ചു കൊടുക്കുകയാണോ ചെയ്തത്, അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ആളുകളെ ചോദ്യം ചെയ്താൽ മാത്രമേ കിട്ടൂ. പക്ഷേ നന്നായി ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഈ അതിജീവിതയുടെ ആവശ്യം നമുക്ക് പ്രാഥമികമായി പരിശോധിച്ചാൽ തന്നെ ന്യായമാണ് എന്ന് ബോധ്യമാകും. അത് കോടതിക്ക് മനസ്സിലായി എന്നതാണ് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് നമുക്കും വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് കോടതി ഗൗരവത്തിൽ ഈ വിഷയത്തിലെടുത്ത് ഇത് രണ്ടും കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ, മെമ്മറി കാർഡും പെൻഡ്രൈവും മുദ്രവെച്ച കവറിൽ ഹാജരാക്കൂ, ഞങ്ങളിത് കസ്റ്റഡിയിൽ സൂക്ഷിച്ചോളാം എന്ന് കോടതി പറയേണ്ടി വന്നിരിക്കുന്നത്. മറ്റൊന്ന് ശരി സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.